പോവാ? പാർക്കിലോ? ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ? എല്ലാവർക്കും നല്ല ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ 2025 എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇന്ന് തന്നെ ഞാനിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫുള്ള് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കും ചിട്ടയിലൊക്കെ ഒന്ന് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ആണെങ്കിലും ഓരോ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ഗോൾസാണ് നമ്മുടെ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമ്മളുടെ ഒരു 2025 നമ്മൾ ആനിവേഴ്സറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ റെസ്പോൺസൊക്കെ ഉണ്ടായിട്ടുള്ളൂ, ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐക്യ ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ 2025 നമ്മുടെ ഐക്യയിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ അർജൻറ്റായിട്ട് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർഗനൈസിങ് ഒരു മേക്ക് ഓവറൊക്കെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ സാധനം വാങ്ങിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നിയറസ്റ്റ് ഐക്യയിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും കേട്ടോ. അതാണ് എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഐക്യ ഒക്കെ നമുക്ക് ആക്സസ് ഉള്ള ആൾക്കാരോട് പറയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഐക്യയിലൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ നമ്മളിതാ ഐക്യ എൻട്രൻസിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഡെക്കോർ ചെയ്തതാണ്. ഇങ്ങോട്ട് ഇരിക്കടാ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയ സമയത്ത് കണ്ടിട്ടുള്ള ഈ ഒരു ബ്രഷ് ഇട്ടോ, അത് സിങ്കൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബ്രഷാണ് കേട്ടോ. പിന്നെ ഇതൊരു ഓർഗനൈസിങ് ബോക്സാണ്. ഈ ടൈപ്പ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കളേഴ്സിലൊക്കെ ഉള്ള ഓർഗനൈസിങ് ബോക്സും ഡെക്കോസും ഒക്കെ എൻ്റെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു ഇഷ്ടമാണ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ അത് വെച്ച് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കൂടുതൽ എൻ്റെ റൂമിലൊക്കെ ആണെങ്കിലും ഈ ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു ലൈറ്റ് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഈ സോഫ കോർണറിലൊക്കെ ഈ നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുണ്ടാവും, ബെഡ്റൂമിൻ്റെ സൈഡിലൊക്കെ. പക്ഷെ അത് ഭയങ്കര റേറ്റാണ് കേട്ടോ, 299 ദിർഹംസാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാനത് വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. പിന്നെ നമുക്ക് ഈ ഡെസ്കിൻ്റെ സൈഡിലൊക്കെ വാളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും, ഡെസ്കിൽ മാത്രമല്ല കിച്ചണിലും ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണിത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൈപ്പ്. ഇത് എനിക്ക് തോന്നുന്നു ഐക്യയിൽ അതാണ്, ഇതിന് മുമ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ഇപ്പം ലാപ്ടോപ്പൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള, ബെഡിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു ചെറിയ ടേബിൾ. പിന്നെ എനിക്ക് തോന്നുന്നു ട്രാവൽ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ നമ്മളിപ്പം BBQ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു ഔട്ട്ഡോർ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു മിനി ടേബിൾ ഉണ്ടായിരുന്നു. അതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ, അതൊക്കെ ചെറിയ ബഡ്ജറ്റിലുള്ളതാണ്. പിന്നെ ഇത് ഒരു പെൻ ഹോൾഡർ, മീൻസ് ഡെസ്ക് ഓർഗനൈസർ ആണെന്ന് തോന്നുന്നു. പെന്നും കാര്യങ്ങളും പെൻ ഹോൾഡർ ടൈപ്പ്. ഇത് പക്ഷേ ഞാൻ മെറ്റീരിയൽ നോക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ചിപ്പ് ബോർഡിൻ്റെ ഒക്കെ ഏറ്റവും തിന്നായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് എന്നിട്ട് വൈറ്റ് പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അത് നോക്കിയതാണ്, വാങ്ങിച്ചിട്ടൊന്നുമില്ല. പക്ഷേ 25 ദിർഹംസാണ് ഒരു സെറ്റിന് വരുന്നത് കേട്ടോ.
പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള ഓർഗനൈസിങ് ബോക്സിലേക്ക് എൻ്റെ കണ്ണിങ്ങനെ തുടിക്കും. അപ്പോൾ വീണ്ടും ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ഇത് കണ്ടോ, നല്ല ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഡെസ്ക് ടേബിൾസും കാര്യങ്ങളും പിന്നെ കിഡ്സ് റൂം, ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം, എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഞാൻ DIYയും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് തന്നെ അവിടെ നിന്ന് കിട്ടും. ഐക്യെന്ന് മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ഈ പിന്നെ എന്താ പറയുക ഹോം അപ്ലയൻസ് അല്ലെങ്കിൽ ഹോം ഡെക്കോ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അതുപോലെ പിന്നെ ഈ ഒരു ബോട്ടിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ചീപ്പായിട്ടുള്ള 3 ദിർഹംസ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇതും അതുപോലെ തന്നെ ചീപ്പ് റേറ്റിലുള്ള ഐറ്റംസാണ്. പിന്നെ ഇത് എനിക്കിപ്പം തോന്നുന്നു പുതിയതായിട്ട് ഐക്യയിൽ വന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. മുമ്പ് നിങ്ങളാരോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് വീണ്ടും നോക്കിയ സമയത്ത് പിന്നെ നമുക്ക് മനസ്സിലായത് നമ്മുടെ നൈഫ് മൂർച്ച കൂട്ടുന്നൊരു സാധനമാണ് കേട്ടോ അതിൽ വെച്ചിട്ട്. അപ്പം അത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ടേബിൾ മാറ്റ് അങ്ങനെയായിരുന്നു ഇതിന് പറയാൻ തോന്നുന്നുണ്ട്. അപ്പം ഇത് പക്ഷേ ഞാൻ വീഡിയോസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ചെറിയ റേറ്റിൽ 19 ദിർഹംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഡെസ്ക് ഓർഗനൈസിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു പെഗ് ബോർഡ് വാങ്ങണം എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ് ഐക്യൻ്റെ കേട്ടോ. ഇതിന് ഒരുപാട് പ്ലാസ്റ്റിക് ടൈപ്പും അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ചെറിയ റേറ്റിൻ്റെതുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഐക്യയിലുള്ള ഈ ഒരു പെഗ് ബോർഡ് വാങ്ങണമെന്ന് ഒരുപാടായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതൊന്ന് 2025 തന്നെയാണ് നമ്മളിപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം ഇത് വെച്ച് ചെറിയൊരു ഓർഗനൈസ് ചെയ്തൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെയും കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തൊക്കെയാണ് വാങ്ങിക്കുക എന്നുള്ളത് നമുക്കിപ്പം വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നൈറ്റായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ ഞാനിത് പിന്നെ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പം ഐക്യന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മെയിനായിട്ട് എനിക്ക് ഡെസ്ക് ഡെക്കോർ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ അപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ള കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു പെഗ് ബോർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു പെഗ് ബോർഡ് ഇതിൻ്റെ ഡബിൾ സൈസ് വരുന്നതൊക്കെ പല സൈസിലും പല കളേഴ്സൊക്കെ അവിടെ കണ്ടല്ലോ, കളേഴ്സിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതുപോലെ വൈറ്റാണ് വാങ്ങിച്ചത്. വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. സേഫുക്ക പറഞ്ഞിരുന്നു ബ്ലാക്ക് വാങ്ങിച്ചു നോക്കുന്നത്, പക്ഷെ എനിക്ക് വൈറ്റാണ് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത്. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 160 സംതിങ് ഒക്കെ വരുമെന്ന്, 50. പിന്നെ അതിൻ്റെ നമ്മൾ പിന്നെ ബാക്കിയുള്ള ഓരോ ഐറ്റംസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു ഓർഗനൈസിങ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 69 ആ ഒരു സംതിങ് എറ്റാനാണ് റേറ്റ് വരുന്നത്. അപ്പം ഇതിൽ ഇതുപോലെ ഒരു നമ്മൾ ഉള്ളിൽ വെക്കുന്ന ഒരു ബോർഡ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. അസംബ്ലിങ് വെരി സിമ്പിൾ. പിന്നെ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള, ഇത് എന്തോ ഒരു ചെടീൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്, എന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റംസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ പല ഓർഗനൈസിങ്ങും ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വേറൊരു ലുക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് ഡെക്കോർ ചെയ്ത് വെക്കുമ്പോൾ ഒക്കെ വേറൊരു ഭംഗി തന്നെ കിട്ടും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇതിനെന്താ പറയുക, ടേബിൾ മാറ്റ് എന്നായിരുന്നു, ഇതിനെന്തോന്ന് പറയലുണ്ട്. അപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പല യൂസേജും ഉണ്ട് കേട്ടോ. അപ്പം ഇതിട്ടാലൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്
ഓഫർ പ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു നമ്മളെ ക്രോക്കറി ഓർഗനൈസറാണ്, അതായത് നമ്മുടെ ഡ്രോയറിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചതിന് എനിക്ക് തോന്നുന്നു സ്പൂണൊക്കെ വെക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടോ. കാരണം കയ്യിലും കാര്യങ്ങളൊന്നും വലിയ കയ്യിലും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്താൽ വെക്കാൻ പറ്റുമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കിച്ചണിൽ മാത്രമേ യൂസ് ചെയ്യണം എന്നില്ല, നമ്മുടെ റൂമിൽ നമ്മുടെ ഡ്രോയറിൽ ഓർഗനൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം ഐറ്റംസൊക്കെ. അപ്പം ചെറിയ ചെറിയ പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ഐറ്റംസൊക്കെ വെക്കാൻ. അപ്പം ഞാൻ ഇത് ചെറിയ റേറ്റിന് 3 dirhams സംതിങ് ആണല്ലോ, അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പല സൈസിലുള്ളതും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ചെറിയ ഓഫറിൽ കണ്ട സമയത്ത് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഈ ഒരു ടോയ്ലറ്റ് ബ്രഷാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ചീപ്പ് റേറ്റിലുള്ള ഒരു ഐറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഞാൻ പിന്നെ വൈറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ബ്ലാക്ക് ആകുമ്പം നമുക്ക് എന്താ പറയുക കച്ചറ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാർഡ്ബോർഡ് റൗണ്ട് പീസ് കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാണ്ട് ഇതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കളയാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ DIY ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അവരുടെ വീട്ടിൽ എടുത്ത് ഏതോ കാലത്തുള്ള സാധനങ്ങൾ അടുക്കുണ്ടാവും. അതുപോലെയാണ്, ഒന്നും കളയണ്ട, എന്തെങ്കിലും ചെയ്യാൻ എന്നിട്ടോട്ട് ചെയ്യേയില്ല. അതാണ് ശരിക്കും യാഥാർത്ഥ്യം. പിന്നെ ഈ ഒരു ബോട്ടിൽ 12.95 dirhams ആണ് വരുന്നത്. ഇത് നല്ലൊരു ബോട്ടിലാണ് കേട്ടോ. നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൽ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതൊരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം വേണ്ടത്ര റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഗിവ് അവേ ചെയ്യണോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇപ്പം എനിക്ക് നമ്മുടെ ചാനലിൽ ചുരുക്കി നമ്മുടെ വിരലിൽ എണ്ണാൻ മാത്രമുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് നല്ല കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കുകയാണ്. നമ്മളിപ്പം മന്ത്ലി ഗിവ് അവേ അല്ലാതെ മന്ത്ലി ആയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്സ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താലോ അത്. പക്ഷേ അവർ എന്തായിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ നല്ലൊരു കമൻസ് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പുകയെത്തിക്കോ. അപ്പം അത് കേട്ടിട്ടെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. ആ സന്തോഷം നിങ്ങൾക്ക് ഞാൻ നല്ല ക്യൂട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു നമ്മുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റംസ് ആയിരിക്കും, അങ്ങനെ നമ്മുടെ ചാനലായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഐറ്റംസ് ആയിരിക്കും ഗിഫ്റ്റായിട്ട് തരിക. അപ്പം അങ്ങനെയുള്ള ഗിഫ്റ്റ് തന്നാലോ എന്നൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങളുടെ കൂടെ അഭിപ്രായം ഉണ്ടെങ്കിലല്ലല്ലോ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കമൻറ്റ്സ് വരുന്ന ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാൻ പറ്റുമല്ലോ ആരാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ മെസ്സേജ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്, കമൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. മെസ്സേജ് അല്ല കേട്ടോ, കമൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മന്ത്ലി ആയിട്ട് അതിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കാരണം ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ ഇതിട്ടിട്ട് ഒരു റെസ്പോൺസ് ചുരുങ്ങി എനിക്ക് തോന്നുന്നു 10 ആൾക്കാരായിട്ടാണ് നമ്മുടെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ കാണിക്കും. അപ്പോൾ ഏത് വീഡിയോയിലാണ് എന്നുള്ളതൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പം അത് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. അപ്പം ഇതാണ് ഇപ്പം നമ്മുടെ ആ ഒരു പെഗ് ബോർഡിലേക്ക് പിന്നെ അഡീഷണലി വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹോൾഡേഴ്സ്, അതിൽ എന്താ പറയുക ഓർഗനൈസ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാങ്ങാം
വാങ്ങിക്കുക ഓരോന്നും. ഇതൊക്കെ സെപ്പറേറ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ ഓരോന്നിനും. അപ്പം ഇതിൽ ഞാൻ എക്സ്ട്രാ അതിൻ്റെ ആ ഹൂക്കും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങിക്കണ്ടായിരുന്നു, ഈ ഒരു സെറ്റിൽ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയൊരു അബദ്ധം കുടിക്കിയതാണ്. അപ്പോൾ ഇനി ഇത് വാങ്ങാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലൊരു സെറ്റായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട് എന്നുള്ളത് ഓർക്കട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എക്സ്ട്രാ കുറച്ച് ഹുക്കും കാര്യങ്ങളും വന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഐക്യ ഷോപ്പിങ്ങിൽ 2025 വന്നിട്ടുള്ള കുറച്ച് പുതിയ നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ. എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ ഈ ഒരു പെഗ് ബോർഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ വലിയ പല സൈസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. മറക്കണ്ട കേട്ടോ ഒക്കെ കമൻറ്റ് താഴെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുതിയ ഗിഫ്റ്റ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം അഭിപ്രായങ്ങളും പിന്നെ നല്ല കമൻസും ഒക്കെ ആയിട്ട് മെസ്സേജ് ചെയ്യാട്ടോ. പിന്നെയും മെസ്സേജ് എന്നാണ് പറയുന്നത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.